ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു ഹാക്കായിട്ട് വന്നിരിക്കുന്നത് വേറെ ഒന്നല്ലത്. ഇതാണ് ഇന്നത്തെ പരിപാടി. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? നമ്മുടെ വീട്ടിലെ LED ബൾബുകൾ 100 രൂപ കൊടുത്ത് നമ്മൾ വാങ്ങുന്ന LED ബൾബുകളാണ്. ഇതിന് നമുക്ക് ഏകദേശം ഒരു വർഷത്തെ വാറന്റിയോട് കൂടിയാണ് നമ്മൾ ഈ ബൾബുകൾ വാങ്ങുന്നത്. ഇതിന് ലൈഫ് വരുന്നത് ഏകദേശം 2 വർഷമാണ്. 2 വർഷത്തെ അടുത്ത് നമ്മൾക്ക് ഇത് അടിച്ചു പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇത് അടിച്ചു പോയ ബൾബ് നമ്മൾ എന്ത് ചെയ്യും? പുറത്തേക്ക് കളയും. അല്ലാതെ ഇതിന് വേറെ നിർവാഹമില്ല. അപ്പൊ ഇനി കളയണ്ട. അപ്പോൾ അടിച്ചു പോയ ബൾബുകളൊക്കെ ഉണ്ടെങ്കിൽ എടുത്തോ. വെറും 10 രൂപ മുടക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം തിരിച്ചു കൊണ്ടുവരാം. വെറും 10 രൂപ ചെലവില്. അതും നമുക്ക് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കലായിട്ട് ബന്ധമില്ലാത്ത ആർക്കും ഇത് ചെയ്യാം. ഒരു ബന്ധവും വേണ്ട. ആർക്കും, സാധാരണക്കാർക്ക് ആർക്കും എങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോ ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഓക്കെ. അപ്പൊ 10 രൂപയ്ക്ക് എങ്ങനെ റിപ്പയർ ചെയ്തെടുക്കാന്നാണ് നമുക്ക് നോക്കണം കേട്ടോ. അപ്പൊ നമ്മൾ അടിച്ചു പോയ ബൾബിലോട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോണത് ഇതുപോലത്തെ LED സ്ട്രിപ്പുകളാണ്. ഇത് നമുക്ക് ഇലക്ട്രോണിക്സ് കടകളിൽ വെറും 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഈ ലൈറ്റാണ് നമ്മൾ ഇനി അതിലേക്ക് സൂട്ടാക്കാൻ പോണേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ ചെലവ് വളരെ കുറവാണ്. അപ്പൊ നമുക്ക് ഈ LED പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിലേക്ക് നമുക്ക് ഡയറക്റ്റ് സപ്ലൈ കൊടുക്കാം. അതായത് വീട്ടിൽ നിന്ന് വരുന്ന ഡയറക്റ്റ് സപ്ലൈ കൊടുത്ത് ഈ ലൈറ്റിനെ നമുക്ക് പ്രകാശിപ്പിക്കാം. അതായത് നമ്മളെ ബൾബിന്റെ അതേ സെയിം പ്രകാശം തന്നെ ഈ സ്ട്രിപ്പിൽ നിന്ന് കിട്ടും. അപ്പോൾ ഈ സാധനമാണ് നമ്മൾ ഇനി LED സൂട്ടാക്കാൻ പോണേ. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് ചെലവ് 10 രൂപ എന്ന് പറയാൻ കാരണം സ്ട്രിപ്പിന് അത്രയ്ക്ക് വിലയുള്ളൂ. അപ്പോൾ പിന്നെ ഒരു കാര്യം പറയാം. ഇതിന്റെ ലൈഫ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് ഗ്യാരണ്ടി പറയുന്നില്ല. കാരണം ഇത് 1 വർഷം ഓടും അല്ലെങ്കിൽ 2 കൊല്ലം ഓടും എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഇതിന് വേറെ സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് ഇതൊക്കെ വെറുതെ കളയുന്ന ബൾബുകളാണ്. ഇതൊന്നും നമുക്കിന് ഉപയോഗമില്ല. പ്ലാസ്റ്റിക് ബോഡിയാണ്, അതുകൊണ്ട് ഇത് ഉപയോഗമില്ല. അപ്പോൾ ഇതൊക്കെ ചെയ്ത് നോക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ചെയ്ത് നോക്കാം. കാരണം ഇതിൽ നിന്ന് ഒരുപാട് അറിവുകൾ നമുക്ക് പഠിക്കാൻ പറ്റും. ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് അറിവിന് പുറമെ സാറ്റിസ്ഫാക്ഷൻ ഒരുപാടാണ്. കാരണം എറിഞ്ഞു കളഞ്ഞൊരു സാധനത്തിനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അത്ര ഞാൻ ഈ വീഡിയോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ഇന്നത്തെ പരിപാടി എങ്ങനെയാന്ന് നോക്കാം. ഓക്കെ. അങ്ങനത്തെ നമ്മൾ ആദ്യം ചെയ്യാനുള്ള പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ഈ ബൾബിനെ ഡിസ്മാൻഡിൽ ചെയ്യണം. അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? ഈ ടോപ്പ് കവർ റിമൂവ് ചെയ്യുക. ടോപ്പ് കവർ റിമൂവ് ചെയ്യാനായിട്ട് ഇതിങ്ങനെ ഒരു ഹാർഡായ പതനത്തിൽ വെച്ചിട്ട് ചിറ്റിക കൊണ്ട് പതിയെ ഇതിന്റെ സൈഡിൽ തട്ടി കൊടുക്കുക. അമർത്തി അടിക്കരുത്, ബോഡി പൊട്ടിപ്പോവും. പതിയെ തട്ടി അതിന്റെ പശ വിടുന്നവരെ തട്ടും. അപ്പൊ നമ്മളിത് ചിറ്റിയും കൊണ്ട് തട്ടി കഴിഞ്ഞാൽ ഇതിങ്ങനെ അടർന്നു പോരും. ഇതിന്റെ സൈഡിൽ നിന്ന് ഇതിന്റെ പശ റിമൂവ് ആയി കിട്ടും. അപ്പൊ ഇതിങ്ങനെ പതിയെ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ബൾബ് ഓപ്പൺ ആയി. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഫസ്റ്റ് നമ്മൾ ഈ ബൾബിന്റെ ടോപ്പ് കവർ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യുക. അപ്പൊ നമ്മുടെ ബൾബിന്റെ ക്യാപ്പ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് ഇതുപോലെയാണ് കാണുക. അപ്പൊ ഇതിന്റെ അകത്ത് വരുന്ന LED സ്ട്രിപ്പും ഒരു ഹീറ്റ് സിങ്കും ആയിരിക്കും നമുക്ക് ഫസ്റ്റ് കാണുന്നത് കേട്ടോ. അപ്പൊ നമുക്കിത് രണ്ടും റിമൂവ് ചെയ്യണം. ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് റിമൂവ് ചെയ്യാം. ഇത് അടിച്ചു പോയ LED സ്ട്രിപ്പാണ്. ഇതിപ്പോ സ്ട്രിപ്പാണ് കംപ്ലൈന്റ്. അപ്പോൾ സർക്യൂട്ടിന് കംപ്ലൈന്റ് ആവാൻ ചാൻസ് ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനകത്ത് സോൾഡറിങ് അയണാണ് നമുക്ക് ആകെ ഒരു ടൂളായിട്ട് വേണ്ടത് കേട്ടോ. നമുക്ക് സോൾഡറിങ് വെച്ചിട്ട് സോൾഡറിങ് റിമൂവ് ചെയ്യണം. ഇതൊക്കെ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇതൊന്നും നമുക്ക് ഇനി ആവശ്യമില്ല. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്തിട്ടോ എങ്ങനെ വേണമെങ്കിൽ മാറ്റാം. കാരണം ഇത് കേട് വരുമോ പേടിക്കാനൊന്നുമില്ല. കാരണം ഇതിന്റെ ആവശ്യം നമുക്കില്ല. അപ്പൊ നമുക്കത് ഇതിങ്ങനെ 2 ലൈനും ഇതിന്റെ ഫേസും ന്യൂട്രലും നമ്മൾ റിമൂവ് ചെയ്യുക. അപ്പൊ ഇതിന്റെ സോൾഡറിങ് റിമൂവ് ചെയ്തു. ഇനി എന്ത് ചെയ്യുക? പതിയെ ഈ ഹീറ്റ് സിങ്കിൽ ഒന്ന് കുത്തി ഇളക്കുക. ഇതിന് മുകളിലേക്ക് പൊക്കി കഴിഞ്ഞാൽ നമ്മളിത് ഉണ്ടോ ഇതിന്റെ ഹീറ്റ് സിങ്കും ഈ LED സ്ട്രിപ്പ് അടക്കം പുറത്തേക്ക് പോയി. അപ്പൊ ഇതാണ് ഇതിൽ വരുന്ന LED സ്ട്രിപ്പും ഇതിന്റെ ഹീറ്റ് സിങ്കും ഉണ്ടോ. ഇതാണ് ഇതിന്റെ സംഭവം. അപ്പൊ ഇതിലേക്കാണ് നമ്മൾ ഇനി എന്ത് ചെയ്യുക? നമ്മുടെ പുതിയ സ്ട്രിപ്പിനെ ആഡ് ചെയ്യാൻ പോണേ. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ, ഇത് രണ്ടും കൂടി ഇരിക്കട്ടെ. അപ്പോൾ ഇനി ഇതാണ് LED ബൾബിന്റെ ഉള്ളിൽ വരുന്ന സർക്യൂട്ട്. കാരണം ഇതിലിരിക്കുന്ന സ്ട്രിപ്പ് DC ആണ്. നമ്മൾ ഉപയോഗിക്കാൻ പോണത് AC സപ്ലൈ നേരിട്ട് കൊടുത്തിട്ടാണ്. ഇതിനകത്ത് നടക്കുന്ന പരിപാടി AC സപ്ലൈനെ കൺവേർട്ട് ചെയ്തിട്ടാണ് ഇതിന്റെ ഈ ഇരിക്കുന്ന LED വർക്ക് ആവുന്നത് കേട്ടോ. അതിനാണ് ഈ സർക്യൂട്ട് വെച്ചേക്കണത്. ഇതിൽ പ്രൊട്ടക്ഷനൊക്കെ ഉള്ള മോഡൽ. ഇത് ഇങ്ങനെയൊക്കെ വരുമ്പോൾ പ്രൊട്ടക്ഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിൽ റിമൂവ് ചെയ്യാം. ഈ സ്ട്രിപ്പിന് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യണം. അതായത് ഈ സർക്യൂട്ട് ബോർഡിന് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യണം. അതിന് റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇതാണ് ഇതിന്റെ സോൾഡറിങ് വരുന്ന ലൈൻ. അപ്പോൾ ഈ സോൾഡറിങ് മെൽറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ സ്ട്രിപ്പ് ഈ സർക്യൂട്ട് ഇങ്ങോട്ട് പോരും. അപ്പോൾ എന്ത് ചെയ്യുക? സോൾഡറിങ് ആൻഡ് വെച്ച് നമ്മുടെ ഇതിനെ സോൾഡറിങ് റിമൂവ് ആക്കുക. അതുകൊണ്ട് ഇതിനെ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ സോൾഡറിങ് അലിഞ്ഞ് പോരും. അങ്ങനെ നമ്മുടെ സോൾഡറിങ് നമ്മളിത് കറക്റ്റായിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് 2 ലെഗാണ് പുറത്തേക്ക് വരുന്നത് അതിൻ്റെ. അപ്പോൾ അത് നമ്മളിത് സോൾഡറിങ് ഇതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ സ്ട്രിപ്പ് നമ്മളിങ്ങനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഉണ്ടോ ഇതിന് ഊരിപ്പോരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ
സർക്യൂട്ട് ബോർഡ് വരുന്നത്. അതായത് നമ്മൾ വാങ്ങുന്ന LED ബൾബിൻ്റെ ഉള്ളിലത്തെ സർക്യൂട്ട് ബോർഡാണ് വരുന്നത്. ഇതിൽ നമ്മൾ AC സപ്ലൈ കൊടുക്കുന്നു. ഇതിൽ നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്തിട്ടാണ് LED വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്നും നമുക്കിനി ആവശ്യമില്ല. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കാട്ടിക്കളഞ്ഞേക്കാം. ഒന്നിനും ആവശ്യമില്ല. അതൊക്കെ നമ്മൾ വേസ്റ്റ് ആയിട്ട് മാറി. നമുക്കിനി ഇതിൻ്റെ ഹീറ്റ് സിങ്ക് ആവശ്യമുണ്ട്. ഇത് ഡയറക്റ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ചൂടാവും. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഹീറ്റ് സിങ്കിനെ റിമൂവ് ചെയ്യുക. ഇത് ഒട്ടിച്ചാൽ വെച്ചേക്കണേ, അത് ഇത്തിരി പ്രശ്നമുണ്ട് എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ഒരു റാഡ് വെച്ച് ഇത് മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ റാഡിനെ പതിയെ ഇങ്ങനെ നിവർത്തുക. എന്നിട്ട് ഈ സ്ട്രിപ്പിനെ നമുക്ക് കുത്തിളക്കി കളയാം. കുത്തിളക്കുമ്പോൾ കുറച്ച് ഇതുണ്ടാകും, കാരണം ഇത് ഒരു പശയിൽ ഒട്ടിക്കണേ. ഇത് പശയിട്ട് ഒട്ടിക്കണ കാരണം പതിയെ തിക്കാൻ മതി ഇങ്ങനെ. അപ്പോൾ അതേ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളിതേ സ്ട്രിപ്പ്, ഇതിലിരുന്ന പഴയ സ്ട്രിപ്പ് നമ്മൾ റിമൂവ് ചെയ്തു. ഇതാണ് ഇതിൻ്റെ LED സ്ട്രിപ്പായിട്ട് വരുന്നത്. ഇതും നമുക്കിനി ആവശ്യമില്ല. ഇത് അടിച്ച് പോയതാണ്. നമുക്കൊരു കറുത്ത ഡോട്ട് കണ്ടോ, LED പോയതാണോ എന്ന് തിരിച്ചറിയാനുള്ള ടിപ്പാണ്. ഇത് നമുക്കൊരു കറുത്ത ഡോട്ട് വന്നിട്ടുണ്ടാവും. ഈ മഞ്ഞ കളറിൻ്റെ ഉള്ളിലൊക്കെ കറുത്തൊരു ഡോട്ട് വന്നിട്ടുണ്ടാവും. ആ ഡോട്ട് വന്നൊക്കെ LED പോയതായിരിക്കും കേട്ടോ. ചിലർ ഈ LED മാത്രമൊക്കെ ആയിട്ട്, ഈ ഡോട്ട് വന്ന LED മാത്രമൊക്കെ ആയിട്ട് മാറ്റിയിടുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും അധികകാലം ഓടൂല. ഒരു LED മാറ്റിയിട്ട് അവർ ഷോർട്ട് ചെയ്യും. അതൊന്നും അധികകാലം ഓടില്ല, അതൊക്കെ അടിച്ചു പോകും. അപ്പോൾ അതേ അങ്ങനെ നമുക്ക് ഇനി ഇതിൽ നിന്ന് ആവശ്യമുള്ള ആകെ 3 പാർട്സ് എന്ന് പറയുന്നത്, ഒന്ന് ഇതിൻ്റെ ബേസ് കവറ്, ഒന്ന് ഇതിൻ്റെ ഹീറ്റ് സിങ്ക്, പിന്നെ നമ്മുടെ ടോപ്പ് കവർ. ഇത്രയും ആവശ്യമുള്ളൂ. ബാക്കി ഇതേ ഈ രണ്ടും ഇനി വേസ്റ്റാണ്, ഇത് ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ LED സ്ട്രിപ്പിലേക്ക് കണക്ഷൻ എടുക്കാനുള്ള വയർ എടുക്കണം ഇതിൻ്റെ ഉള്ളിൽ കൂടെ. അത് മാത്രമാണ് നമുക്ക് ഇത്തിരി ടഫ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 2 കനം കുറഞ്ഞ വയർ അതേ ആ ഹോളിൽ കൂടെ പുറത്തേക്ക് ഇട്ട് നമ്മൾ ആ പഴയ പോലെ തന്നെ സോൾഡർ ചെയ്ത് വെക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഇതേ ഞാനിവിടെ നമുക്ക് അതിന് പറ്റിയത് 2 ഇത്ര വയറാണ് ആവശ്യമുള്ളത്. ഏകദേശം ഒരു 10 സെൻറ്റിമീറ്റർ നീളത്തിൽ 2 വയറേ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കണക്ഷൻ ചെയ്യാം. അപ്പോൾ ഇതെന്ത് ചെയ്യുക, ഇത് സ്ലീവ് ചെയ്യുക. ആ നേരത്തെ കണ്ട ഹോളിൽ കൂടെ നമുക്ക് കടത്തി ഇതിനെ സോൾഡർ ചെയ്യാം. അപ്പോൾ ഇത്തിരി നീളത്തിൽ സ്ലീവ് ചെയ്യാം. ഇതിന് കുറച്ച് നീളത്തിൽ സ്ലീവ് ചെയ്തിട്ട് അപ്പോൾ നമുക്കത് ചിലത് ഹോളിൽ കൂടെ കടത്താൻ എളുപ്പമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കമ്പനി ഇത് ചെയ്യുമ്പോൾ ഈ സംഭവം ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് ടൈറ്റ് ചെയ്യുക. നമുക്ക് അങ്ങനെ ഓപ്ഷൻ ഇല്ലാത്ത കാരണം നമ്മളിത് ഇങ്ങനെ ഉള്ളിൽ കൂടെ കറക്റ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതേ നമ്മളിത് ഇതേപോലെ സ്ലീവ് ചെയ്യുക. എന്നിട്ട് ഇത് കറക്റ്റായിട്ട് ആ ഹോളിൽ കൂടെ കടത്തുക. അതെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ വയറ ഇതിൻ്റെ മുകളിൽ കൂടെ വയറ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ കിട്ടും. കണ്ടോ, കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അത്രേ ഉള്ളൂ. അത് നമുക്കിത് ഇവിടെ മടക്കി വയ്ക്കുക, ആവശ്യത്തിന് മടക്കി വയ്ക്കുക. ബാക്കിയുള്ള നീളം, ഓവറായിട്ട് വരുന്ന നീളം കട്ട് ചെയ്ത് മാറ്റുക. അത് നമുക്ക് തിരിച്ച് സോൾഡർ ചെയ്യാം. അതുപോലെ തന്നെ ആ വയറിനെ സോൾഡർ ചെയ്യുക. നമ്മൾ കുറച്ച് സോൾഡറിങ് പേസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. പേസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സോൾഡർ ചെയ്യാൻ എളുപ്പമാണ്. ഇത് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സോൾഡറിങ് അയണും ലെഡ് മേടിക്കുമ്പോൾ അതിനോട് പേസ്റ്റ് കൂടി മേടിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സോൾഡർ ചെയ്ത് അതിനവിടെ സീറ്റിംഗ് ആക്കുക. അതേ നമ്മുടെ ആദ്യത്തെ പരിപാടി കഴിഞ്ഞു. അതെ, നമ്മൾ സോൾഡർ ചെയ്തത് നമ്മുടെ ബൾബിൻ്റെ ആദ്യത്തെ കണക്ഷൻ കഴിഞ്ഞു. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ നമ്മൾ സെറ്റപ്പ് ആക്കിയിട്ട് ഇനി അതിലേക്ക് അതുപോലെ തന്നെ കുറച്ച് പേസ്റ്റ് അപ്ലൈ ചെയ്യുക, സോൾഡർ ചെയ്യുക. സോൾഡർ ചെയ്തിട്ട് നീളമുള്ളത് കട്ട് ചെയ്ത് കളയാം കേട്ടോ. മുമ്പ് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം. ഇത് കറക്റ്റായിട്ട് ഇത് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. അപ്പോൾ അതേ നമ്മളതും സോൾഡർ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് വിട്ടു പോയ കാരണം ഞാൻ ഇത്തിരി പശ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുമെന്ന് പഞ്ച് ചെയ്തത് വിട്ടു പോകുന്ന കാരണം നമ്മൾ കുറച്ച് ഫ്ലെക്സ് ക്യുക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കാരണം അത് കണക്ഷൻ നമ്മൾ ഹോൾഡറിലേക്ക് ഇടുമ്പോൾ അനങ്ങാതിരിക്കാൻ വേണ്ടി കുറച്ച് പശ ഇട്ട് അതിനെ ഉറപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് എടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ചെടുക്കുക. ഞാൻ എടുത്തപ്പോൾ അത് വിട്ടുപോയി, ഓട്ടോമാറ്റിക് വിട്ടുപോയത്. അതിന് പൊട്ടൽ പറ്റിയിട്ടുണ്ട്. ഇത് പഴയതാണ്, നിലത്ത് വീണിട്ട് അത് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കുറച്ച് ഫ്ലെക്സ് ക്യുക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അത് പേടിക്കണ്ട, അല്ലെങ്കിൽ നമ്മൾ ഹോൾഡറിലേക്ക് ഇടുമ്പോൾ ഹോൾഡറിൽ അത് ലൂസാവും. അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ നമ്മുടെ സോൾഡറിങ്ങിൻ്റെ പരിപാടി. അപ്പോൾ നമുക്ക് സപ്ലൈ എടുക്കാനുള്ള കണക്ഷൻ ഓക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് 2 വയർ നമുക്ക് ഇങ്ങോട്ട് കിട്ടും. ഇനി അടുത്ത പരിപാടിക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത പരിപാടി നമുക്ക് ഇനി ഹീറ്റ് സിങ്കിമാണ്. അപ്പോൾ നമുക്ക് ഇതിലുള്ള ഈ പശയും പേസ്റ്റൊക്കെ പരമാവധി റിമൂവ് ചെയ്ത് കളയാം, നന്നായി ക്ലീൻ ചെയ്ത് കളയുക. എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ സ്ട്രിപ്പിന് ഇതിലേക്ക് സെറ്റ് ആക്കാനായിട്ട്. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കളയുക. അങ്ങനെ നമ്മളൊരു വിധം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കണക്ഷൻ നമുക്ക് ആവശ്യമില്ല. അതായത് കണക്ഷൻ അല്ല, ഇതിൻ്റെ ഒരു പീസിനെ വെട്ടി വെച്ചേക്കുന്നതാണ്. കാരണം ഇതിലിരുന്ന LED ഇതിനകത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് അതുപോലെ തന്നെ തിരിച്ച് മടക്കി വെക്കാം. നമുക്ക് ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മുടെ മേടിച്ച LED കറക്റ്റ് റൗണ്ടാണ്. അപ്പോൾ ഇത് അതുപോലെ തന്നെ അത് സ്കൂട്ടർ കൊണ്ട് മടക്കി കഴിഞ്ഞാൽ അത് താഴത്തേക്ക് മടങ്ങിയിരുന്നോളും. കണ്ടോ, ഇതിങ്ങനെ തള്ളി മടക്കി വയ്ക്കുക.
മടക്കി വെച്ചിട്ട് നമ്മുടെ ഈ പ്രതലം എപ്പോഴും പ്ലെയിൻ ആയിരിക്കണം. നമ്മൾ ഊരിയെടുക്കുമ്പോൾ ഇത് ആകെ ഡാമേജ് ആയിട്ടുണ്ടാവും. കാരണം ഇത് ഫുൾ പ്ലെയിൻ ആയിട്ടിരുന്നാലാണ് ഈ LED എന്ന് വരുന്ന ചൂട് ഇതിലേക്ക് കറക്റ്റായിട്ട് അബ്സോർബ് ആവുള്ളൂ. ഇതിൽ വയ്ക്കുമ്പോൾ ഇതിങ്ങനെ പൊങ്ങി നിന്നിരിക്കാൻ പാടില്ല. കണ്ടോ, അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അടിച്ചു പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കറക്റ്റ് ഒരു ഇതിൽ വെച്ചിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക. അത് ലെവൽ ചെയ്യാനായിട്ട് ഇതേപോലത്തെ ഒരു പലകയാന്ന് വെച്ചിട്ട് നമ്മൾ പതിയെ മുട്ടി കൊടുത്താൽ മതി പുറകിൽ നിന്ന്. അപ്പോൾ ഇത് ലെവലായി കിട്ടും. അതുപോലെ നമ്മുടെ LED നമ്മൾ തട്ടി ഒരുവിധം ലെവലാക്കിയിട്ടുണ്ട്. കാരണം ലെവൽ ചെയ്ത് വെച്ചിട്ട് ഈ കറക്റ്റായിട്ട് സീറ്റിംഗ് ആക്കാവുന്ന പോലെ നിങ്ങളുടെ ഐഡിയ പോലെ ചെയ്യണ്ട. ഇപ്പോൾ ഇത് കണ്ട, ഇത് കറക്റ്റായിട്ട് ഇതുമ്മേ സെറ്റപ്പായി. അല്ലെങ്കിൽ LED ബൾബ് പെട്ടെന്ന് അടിച്ചു പോകും. ഇനി ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഹീറ്റ് സിങ്ക് പേസ്റ്റ് ഇതിനകത്ത് അപ്ലൈ ചെയ്യണം. അത് ഇതിനകത്ത് മസ്റ്റാണ്. ഹീറ്റ് സിങ്ക് പേസ്റ്റ് കൊടുത്താൽ മാത്രമേ LED അതിനകത്ത് സൂട്ടായി ഇരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഹീറ്റ് കറക്റ്റായിട്ട് ട്രാൻസ്ഫർ ആവുള്ളൂ. ഹീറ്റ് സിങ്ക് പേസ്റ്റ് ഇതേപോലെ എടുക്കുക, നമ്മുടെ LED സ്ട്രിപ്പിലേക്ക് അപ്ലൈ ചെയ്യാം. LED സ്ട്രിപ്പിലേക്ക് നമ്മളിതിലേക്കും നല്ലതുപോലെ അപ്ലൈ ചെയ്യാം. അപ്പോൾ അത് ഹീറ്റ് സിങ്ക് പേസ്റ്റ് എടുത്തു, നമ്മുടെ LED നല്ലതുപോലെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ സ്ട്രിപ്പ് ഇത് തേക്കുമ്പോൾ നമ്മൾ പശ നിർന്നില്ല, ഇത് ഹീറ്റ് സിങ്ക് പേസ്റ്റ് തന്നെ ഇരുന്നോളൂ. അപ്പോൾ ഇത് നന്നായിട്ട് എല്ലാവരുടെയും സ്പ്രെഡ് ചെയ്യാം. പശ ഇടണമെങ്കിൽ പശ ഇടാം, കുഴപ്പമൊന്നുമില്ല. സ്ക്രൂ ചെയ്യണമെങ്കിൽ സ്ക്രൂ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യുന്ന കാരണം പശയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇത് നല്ലതുപോലെ ഹീറ്റ് സിങ്ക് പേസ്റ്റ് അപ്ലൈ ചെയ്തു. അതുപോലെ കുറച്ചെടുത്തിട്ട് നമ്മുടെ പ്ലേറ്റുമ്മയും, അതായത് ഹീറ്റ് സിങ്ക് പ്ലേറ്റുമ്മയോടെയും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് രണ്ടിൽ അപ്ലൈ ചെയ്ത് കറക്റ്റ് ആക്കിയിട്ട് നമ്മുടെ LED ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ സെൻട്രൽ ലൈന് ഹോളുണ്ട് വയറ് വരാനായിട്ട്. അപ്പോൾ ആ ഹോള് കറക്റ്റ് ചെയ്തിട്ട് വേണം LED വെക്കാനായിട്ട്. നല്ലതുപോലെ LED എല്ലാ ഭാഗവും മുട്ടുന്ന പോലെ പ്രസ് ചെയ്ത് ഇരുത്തുക. അപ്പോൾ ഈ കണ്ടീഷനിൽ നമ്മുടെ ലൈറ്റ് കൈ കിട്ടും. ഇനി ഇതിനകത്ത് കണക്ഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കോ, ഇതിലാണ് നമ്മൾ സപ്ലൈ കൊടുക്കുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ എടുത്തേക്കുന്ന ബൾബിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ ഇതും ഉണ്ടാവും. ഈ L എന്ന് കൊടുത്തത് ലൈൻ, ഇവിടെ N എന്ന് കൊടുത്തിട്ടുണ്ട്, അത് ന്യൂട്രൽ. അപ്പോൾ രണ്ട് കണക്ഷൻ ഉണ്ട്. ഇതിപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, സപ്ലൈ ചെയ്ത് വേണമെങ്കിൽ അങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ ഈ 2 പോയിന്റിലാണ് നമ്മൾ സപ്ലൈ കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ എടുത്ത 2 വയർ ഇതിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. അതാണ് അടുത്ത പരിപാടി കേട്ടോ. അങ്ങനെ നമ്മളിത് കണക്ഷൻ നേരത്തെ ചെയ്ത ബൾബിൻ്റെ ബേസ് കവറാണത്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, ഈ വയറ ഇതിൻ്റെ നടുക്കോടെ എടുക്കുക, നമ്മുടെ സ്ട്രിപ്പിൻ്റെ സെൻറ്ററിൽ എടുക്കുക. എന്നിട്ട് ഇത് കറക്റ്റ് ആക്കിയിട്ട് ഇതിലേക്ക് പ്രസ് ചെയ്ത് വയ്ക്കുക. ഇതിന് വേറെ പശയൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ കറക്റ്റ് ലെവലിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് മതിയാണ്. അപ്പോൾ ഇതിങ്ങനെയായിരിക്കും നമ്മുടെ LED സ്ട്രിപ്പ് വെച്ച് കഴിഞ്ഞാൽ ബേസ് കവറിൽ വരുന്ന കണക്ഷൻ. ഇനി ഇത് കറക്റ്റ് ലെവലിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് അതിലേക്ക് സോൾഡർ ചെയ്ത് പിടിക്കാം. അപ്പോൾ കറക്റ്റ് ലെവലിൽ നമ്മൾ വയർ കട്ട് ചെയ്തു. ഇനി അത് സ്ലീവ് ചെയ്യുക. ഞാൻ നേരത്തെ കാണിച്ച പോയിന്റിലേക്ക് സോൾഡർ ചെയ്യുക. ഇത് ടിപ്പ് മാത്രം റിമൂവ് ചെയ്താൽ മതി കേട്ടോ, ചെറിയൊരു ട്രിപ്പ് മാത്രം റിമൂവ് ചെയ്താൽ മതി. റിമൂവ് ചെയ്തു നമുക്ക് ഇതിലേക്ക് സോൾഡർ ചെയ്യാം. അതുമ്പോൾ എന്തൊരു കോട്ടിങ് ഉണ്ട്. അപ്പോൾ നമ്മൾ നൈഫ് ഉപയോഗിച്ചിട്ട് നമ്മുടെ സ്ട്രിപ്പുമ്പോൾ വരുന്ന ഭാഗം ഒന്ന് നൈസായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. ഒരു ലൈൻസ്, അത് അതിൻ്റെ മുകളിലത്തെ ഒരു കോട്ടിങ്, നാമൽ കോട്ടിങ് വരുന്നുണ്ട്, അതൊന്ന് റബ്ബ് ചെയ്ത് കളയുക. അപ്പോൾ സോൾഡറിങ് പിടിക്കും. ഇതിപ്പോൾ സോൾഡറിങ് പിടിക്കാൻ ബുദ്ധിമുട്ട്. അപ്പം നമ്മളത് LEDക്ക് ഡാമേജ് വരാത്ത രീതിയിൽ പതിയെ 2 ഭാഗവും നൈസായിട്ട് സ്ട്രിപ്പ് ചെയ്യുക. എന്നിട്ട് അതുപോലെ തന്നെ പേസ്റ്റ് അപ്ലൈ ചെയ്ത് സോൾഡർ ചെയ്യുക. കണ്ടോ, അപ്പം നമ്മൾ സ്ട്രിപ്പ് ചെയ്ത കാരണം കണ്ടോ സോൾഡറിങ് കറക്റ്റായിട്ട് പിടിച്ചു. അതുപോലെ തന്നെ അടുത്ത പോയിന്റും സോൾഡർ ചെയ്യുക. കുറച്ച് വയറേമയും കുറച്ച് ലെഡ് അപ്ലൈ ചെയ്തിട്ട് ഇതിനി നമുക്ക് ഫേസ് ന്യൂട്രൽ നോക്കാനൊന്നുമില്ല, ഡയറക്റ്റ് അതിലേക്ക് കൊടുക്കുക. കറക്റ്റാക്കി വെച്ചിട്ട് സോൾഡർ ചെയ്യാം കേട്ടോ. നമ്മളൊരു കണക്ഷൻ സോൾഡർ ചെയ്തു, അതുപോലെ തന്നെ അടുത്ത കണക്ഷൻ സോൾഡർ ചെയ്താൽ നമ്മുടെ സോൾഡറിങ് പരിപാടി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് സോൾഡറിങ് ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ പരിപാടി കംപ്ലീറ്റ് ആയി. ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുക്കുക. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ചേട്ടാ, നമ്മളിതേ അവിടെ നിന്നെടുത്ത കണക്ഷൻ കറക്റ്റായിട്ട് നമ്മുടെ സ്ട്രിപ്പിലേക്ക് സോൾഡർ ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ടോപ്പ് കവർ ഇട്ടിട്ട് ബൾബ് ക്ലോസ് ചെയ്താൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ടോപ്പ് കവർ ഇതിലേക്ക് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ
നമ്മുടെ ടോപ്പ് കവർ സെറ്റായി. വേണമെങ്കിൽ ഇതിനെ ഇതിൽ വേണമെങ്കിൽ പശ ഇടണ്ട, വേണമെങ്കിൽ വൈറ്റ് സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കൊടുത്തോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ക്യാപ്പ് താഴത്തേക്ക് ചാടി വരും. പശ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഊരിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മുടെ ഉള്ള പശ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് പശ ആയതുകൊണ്ട് പതിയെ വൈറ്റ് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അതേ നമ്മൾ പുറത്തേക്ക് എറിഞ്ഞ് കളഞ്ഞ നമ്മുടെ LED ബൾബ് നിസ്സാര സമയം കൊണ്ട് ഇതേ പൊതുജീവനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് കാണാം. ഇത് വർക്ക് ആവുമോ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതേ നമ്മുടെ ബൾബ് നമ്മളിത് ഹോൾഡറിലേക്ക് ഇട്ടു. ഹോൾഡറിലിട്ട് സെറ്റാക്കുക. എന്നിട്ട് നമുക്കിനി ടെസ്റ്റ് ചെയ്ത് നോക്കാം ബൾബ് കത്തുമല്ലൊന്നും. ഓക്കെ, ബൾബ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ എറിഞ്ഞ് കളഞ്ഞ LED ബൾബ് ഇത് നല്ല വെളിച്ചത്തിൽ ബ്രൈറ്റ് ആയിട്ട് കത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നൈറ്റുള്ള വെളിച്ചം ഞാൻ കാണിച്ചു തരാം കേട്ടോ. റൂമിൽ ലൈറ്റ് ഓഫ് ചെയ്തിട്ടുള്ള നൈറ്റ് വെളിച്ചം കാണിച്ചു തരാം. അതേ നമ്മുടെ ലൈറ്റ് സെറ്റ്. ഓക്കെ, അപ്പോൾ അതേ ലൈറ്റ് ഞാൻ എൻ്റെ കിച്ചണിൽ കൊണ്ടു ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതേ കിച്ചണിൽ ഇട്ടിട്ട് നമുക്ക് ലൈറ്റിൻ്റെ പ്രകാശം ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതേ ഇതാണ് നമ്മുടെ ലൈറ്റ്. ഇതേ പ്രകാശിക്കുന്ന വെളിച്ചം കണ്ടോ. അതേ നല്ല വെളിച്ചം ഉണ്ട് കേട്ടോ. നമ്മുടെ ആ പഴയ ബൾബിൻ്റെ അതേ പ്രകാശം തന്നെ നമ്മുടെ റൂമിലോട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പാർക്കിങ്ങിലൊക്കെ ഉപകാരപ്പെടുത്തിയെന്ന് വെച്ച് ചെയ്തതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് അടിക്കുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ രസകരമായ വീഡിയോസ് ഇനി നമ്മുടെ ചാനലിൽ ഉണ്ടാവും. ഞാൻ വീഡിയോ ഫോക്കസ് ചെയ്യുന്നത് ആദ്യം പറഞ്ഞ പോലെ തന്നെ സാധാരണക്കാർക്ക് ചെയ്യാവുന്ന പോലെയാണ്, അല്ലാതെ ഇലക്ട്രോണിക്സിൽ അറിയുന്ന ആൾക്കാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഇതൊക്കെ ഇലക്ട്രോണിക്സ് ആയിട്ട് ബന്ധമില്ലാത്ത ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാനിത് കാണിച്ചു തരുന്നത്. അപ്പോൾ ആർക്കെങ്കിലൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ LED ഈ സ്ട്രിപ്പ് നമുക്ക് ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. അത് ബൾക്കായിട്ട് വാങ്ങണമെന്നുള്ളൂ. 10 ആയിട്ടാണ് വരുന്നത്. ഇലക്ട്രോണിക്സ് കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ 10 രൂപയ്ക്ക് നമുക്ക് ഓരോന്നായിട്ട് മേടിക്കാൻ കിട്ടും. ഫ്ലിപ്കാർട്ടിൽ 10 80 രൂപ വരുന്നുള്ളൂ, 8 രൂപ വരുന്നുള്ളൂ ഒരു സ്ട്രിപ്പിന്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം. 9 വാട്ട്സ് LED സ്ട്രിപ്പ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് സാധനം കിട്ടും. ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് വാങ്ങിയിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നേക്ക് ഇത്രേ ഉള്ളൂ. അപ്പോൾ ബൈ.